ഓം ശാന്തി. ഗീതാജ്ഞാനം പരമപവിത്രം സർവപ്രാപ്തി സമ്പന്നം. ഗീതയിലേക്ക് നമ്മൾ അടുക്കുക. ഗീതയിലേക്ക് അടുക്കുക എന്ന് പറയുമ്പോൾ കുറേ ഗീതാ ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കുക എന്നുള്ളതല്ല. തീർച്ചയായിട്ടും സനാതന ധർമ്മവിശ്വാസികൾ ഇന്നധികം ഗീത പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ന്യൂനത. എന്നാൽ മുജ്ജന്മങ്ങളിലെങ്കിലും നമ്മളെല്ലാവരും നന്നായിട്ട് ഗീത പഠിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ എന്തുകൊണ്ട് നമ്മൾ താഴേക്ക് പോയി? നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ അടങ്ങുന്ന ഈ ലോകം എന്തുകൊണ്ട് താഴേക്ക് പോയി? നമ്മൾ ഗീതയുടെ ആന്തരിക തത്വം മനസ്സിലാക്കി. അതായത് ആത്മാവ് എന്താണ്, എല്ലാ ആത്മാക്കളാകുന്ന ബാറ്ററിയെയും ചാർജ് ചെയ്യിപ്പിക്കുന്ന ആ പവർ ഹൗസായ പരമാത്മാവ് ആരാണ് എന്ന് മനസ്സിലാക്കി അത് നമ്മുടെ ആചരണത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. അതാണ് നമുക്ക് പറ്റിയ തെറ്റ്. അപ്പോൾ പരിഹാരം എന്താണ്? ഗീതാ തത്വങ്ങൾ മനസ്സിലാക്കി നമുക്കത് പൂർണ്ണമായിട്ടും ഒരു ദിവസം ആചരണത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. ആചരിക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ ഏർപ്പെട്ട് നമ്മളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ എല്ലാവരുടെയും നന്മയ്ക്കുള്ള ഈ തത്വങ്ങൾ പ്രചരിപ്പിക്കുക. അതാണ് നമ്മുടെ ഈ പരിപാടിയുടെ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേവലം കേട്ടതുകൊണ്ട് മാത്രം പരിവർത്തനം വരില്ല. പ്രഭാഷണങ്ങൾ ആരിലും പരിവർത്തനം കൊണ്ടുവരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ സ്വല്പം മാത്രമേ നമ്മുടെ മനസ്സിൽ തങ്ങിയിട്ടുള്ളൂ. പരിഹാരം എന്താണ്? ആവർത്തനം. ആധ്യാത്മികത ആവർത്തനമാണ്. നമ്മൾ തത്വങ്ങൾ ആവർത്തിച്ച് കേൾക്കുകയും അത് കുറേശ്ശെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ പരിവർത്തനം വരികയുള്ളൂ. നമ്മൾ പഠിച്ചു വരുന്നത് ഗീതയുടെ 4-ാം അധ്യായം ജ്ഞാന കർമ്മ സന്യാസ യോഗമാണ്. അതിൽ ഭഗവാൻ വ്യക്തമാക്കി, അതായത് ഞാൻ ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിക്കുമ്പോൾ വരും, ഞാൻ അമ്മയുടെ ഗർഭത്തിൽ പറക്കാത്തവനാണ്, ചാതുർവർണ്ണ്യം, ഈ പ്രപഞ്ചത്തിൽ 4 തരം പ്രകൃതക്കാരുണ്ട്, അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ എൻ്റെ തലയിൽ വയ്ക്കരുത്, പകരം ഓരോരുത്തരും അവരവർക്ക് ലഭിച്ച കർമ്മങ്ങൾ, ഈശ്വരന് പരമാത്മാവിനും കൂടി ഒരു കർമ്മം ലഭിച്ചിരിക്കുകയാണ്, ആ കർമ്മങ്ങൾ അർജുന എന്നെ സ്പർശിക്കാത്ത വിധത്തിൽ ഫലത്തിൽ യാതൊരു ഇച്ഛയോ ഉത്കണ്ഠയോ ഇല്ലാത്ത രീതിയിൽ നന്നായി ഞാൻ ചെയ്യുന്നത് പോലെ അവരവർക്ക്, അത് ഏത് വർണ്ണത്തിൽപ്പെട്ടവരാകട്ടെ, അവരവർക്ക് വന്ന കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി യജ്ഞാർപ്പണമായി നിമിത്തഭാവത്തിൽ ആനന്ദത്തോടുകൂടി സന്തോഷത്തോടുകൂടി, ഗീത ആവർത്തിച്ച് 3-ാം അധ്യായത്തിൽ പറഞ്ഞൊരു വാക്കാണ് സമാചര. നല്ല രീതിയിൽ ചെയ്യാനാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. കർമ്മത്തിൻ്റെ ഗതി ഗഹനാഗതിയാണ്. നമ്മളിന്ന് സ്വല്പം ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 14-ാം ശ്ലോകത്തിൽ ഗീത പറയുകയാണ്, കർമ്മങ്ങൾ എന്നെ സ്പർശിക്കുന്നില്ല, കർമ്മഫലത്തിൽ എനിക്ക് ആഗ്രഹവുമില്ല. ഇങ്ങനെ എന്നെ ആരറിയുന്നു, അതായത് എൻ്റെ കർമ്മത്തിൻ്റെ രീതിയെ ആരറിയുന്നു, അവർ കർമ്മബന്ധനത്തിൽ പെടുകയില്ല. 15-ാം ശ്ലോകത്തിൽ പറയുകയാണ്, ഇപ്രകാരം അറിഞ്ഞ് പണ്ടുള്ള മുമുക്ഷുക്കളും കർമ്മം ചെയ്തു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതിനാൽ പൂർവന്മാർ പണ്ടേ ചെയ്ത പ്രകാരം നീയും നിൻ്റെ കർമ്മങ്ങൾ ചെയ്യണം. അർജുനൻ കർമ്മവിമുഖനായപ്പോൾ ഈശ്വരൻ പറയാണ്, ഞാൻ ഈ ലോകത്ത് കർമ്മം ചെയ്യുന്നു, പൂർവികരായ മുമുക്ഷുക്കളും അവരും ഈ മാർഗത്തെ പിന്തുടർന്ന് കർമ്മങ്ങൾ ചെയ്തു, അർജുന നീയും ആ രീതിയിൽ കർമ്മം ചെയ്യാൻ പഠിക്കണം. ഇനി പറയുകയാണ്, കർമ്മം എന്ത് അകർമ്മം എന്ത് എന്ന് നിശ്ചയിക്കുന്നതിൽ വിവേകികൾ പോലും വിഷമിക്കുന്നു. ഏതെന്നറിഞ്ഞാൽ അശുഭമായതിൽ നിന്നും മുക്തമാകുന്നുവോ ആ കർമ്മത്തെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. 17-ാം ശ്ലോകത്തിൽ പറയാണ്, കർമ്മത്തിൻ്റെയും നിഷിദ്ധ കർമ്മത്തിൻ്റെയും അകർമ്മത്തിൻ്റെയും യഥാർത്ഥ സ്വരൂപം അറിയേണ്ടത് തന്നെയാണ്. എന്തെന്നാൽ കർമ്മത്തിൻ്റെ ഗതി അറിയാൻ വളരെ പ്രയാസമാണ്. 2 ശ്ലോകങ്ങളിലും ഭഗവാൻ എന്താ പറഞ്ഞത്? കർമ്മത്തിൻ്റെ ഗതി ഗഹനാഗതിയാണ്. ആചാര്യന്മാർ വിദ്വാൻമാർക്ക് പോലും ഈ കർമ്മത്തിൻ്റെ ഗഹനാഗതി അറിയാൻ സാധ്യമല്ല. കർമ്മത്തിൻ്റെ ഗതി ഗഹനമാണ്, ധർമ്മത്തിൻ്റെ ഗതി ഗഹനമാണ്, കാലത്തിൻ്റെ ഗതി ഗഹനമാണ്. ഇത് 3ഉം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയുമാണ്. ഇതിൻ്റെ ഗഹനാഗതി നമുക്ക് മനസ്സിലാക്കി തന്ന് നമ്മളെക്കൊണ്ട് ശ്രേഷ്ഠ കർമ്മം ചെയ്യിപ്പിച്ച് നമ്മുടെ പരിവർത്തനത്തിലൂടെ, നമ്മളുടെ ശ്രേഷ്ഠമായ കർമ്മത്തിലൂടെ ഈ കർമ്മക്ഷേത്രത്തെ പരിവർത്തനപ്പെടുത്തുകയാണ്
ഭഗവാന്റെ മഹാകർമ്മയോഗിയായ യോഗയോഗേശ്വരനായ പരമാത്മാവിൻ്റെ കർമ്മ പദ്ധതി എന്ന് നമ്മൾ തിരിച്ചറിയണം. കർമ്മം നമ്മളെ ബന്ധിക്കാൻ പാടില്ല, എന്നാൽ കർമ്മം ചെയ്യാതിരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സന്തുലനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ കർമ്മക്ഷേത്രത്തിൽ എല്ലാവരും കർമ്മം ചെയ്യുന്നു, കഷ്ടപ്പെട്ട് കർമ്മം ചെയ്യുകയാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ. എന്നിട്ടോ അനുഭവിക്കുന്നത്, ലഭിക്കുന്നത് മുഴുവൻ എന്താണ്? കഷ്ടതകൾ. എന്തിനാ കർമ്മം ചെയ്യുന്നത്? സുഖമായി, സന്തോഷമായി, സമാധാനമായി ജീവിക്കാൻ. ഇന്നെല്ലാവരും പറയുന്ന വാക്കെന്താണ്? ജനിച്ചു പോയില്ലേ, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ജീവിക്കാനല്ല ഈശ്വരൻ നമ്മളിവിടെ വിട്ടിരിക്കുന്നത്. പകരം എങ്ങനെയാണ്? സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി കർമ്മം ചെയ്യാൻ പഠിക്കണം. ഇനി അടുത്ത ശ്ലോകം നമ്മൾ ഇന്നൊന്ന് ഹൃദിസ്ഥമാക്കാനായിട്ട് ശ്രമിക്കണം. 18ാമത്തെ ശ്ലോകമാണ്, അധ്യായം 4. കർമ്മണ്യ കർമ്മയ പശ്യേത്ത് അകർമ്മണിച്ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്ത കൃഷ്ണ കർമ്മകൃത്ത്. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ആര് കാണുന്നുവോ അയാൾ മനുഷ്യരിൽ വച്ച് ബുദ്ധിമാനാകുന്നു. അവൻ യോഗിയും കർമ്മങ്ങൾ പൂർണ്ണമായി ചെയ്യുന്നവനുമാകുന്നു. അവൻ യോഗിയുമാകുന്നു, കർമ്മങ്ങൾ പൂർണ്ണമായും ചെയ്യുന്നവനാകുന്നു. ഇതൊരു ചെറിയൊരു സങ്കീർണമായൊരു വിഷയമാണ്. കർമ്മത്തിൽ അകർമ്മം, അകർമ്മത്തിൽ കർമ്മം. പല രീതിയിൽ അതിന് പല വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മളത് മനസ്സിലാക്കേണ്ടത്, കർമ്മത്തിൽ അകർമ്മം എന്ന് പറയുമ്പോൾ കർമ്മം ചെയ്യുന്നത് ആത്മാവാണെങ്കിലും എല്ലാ ആത്മാക്കളും കേവലം ഈശ്വരൻ്റെ കയ്യിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ കയ്യിൽ നിമിത്തമാണ് എന്ന ഭാവനയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുക. കർമ്മത്തിലെ പൂർണ്ണമായ അഹംഭാവത്തിൻ്റെ ത്യാഗമാണ്, സന്യാസമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കർമ്മത്തിൽ ഞാനെന്ന ഭാവം വരുമ്പോൾ അഹംഭാവം വരും, മേൽക്കോയ്മ വരും. ഇത് മനസ്സിൻ്റെ സമഭാവത്തെ തകർക്കും. ഞാൻ വളരെ നന്നായിട്ട് കർമ്മം ചെയ്യുന്ന ആൾ, നിങ്ങൾ പോരാ. ഇതെല്ലാവരുടെയും നമ്മുടെ വാക്കുകളിൽ കയറി വരും. നമ്മുടെ കുട്ടികളെ ഉപദേശിക്കേണ്ടെന്നോ മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കണ്ട എന്നോ അല്ല ഇതിനർത്ഥം. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴും അതിൽ നല്ല ശുഭഭാവനയായിരിക്കണം, അവരുടെ പരിവർത്തനമായിരിക്കണം. ഒരിക്കൽ പോലും അംശമാത്രം പോലും നമ്മുടെ കർമ്മത്തിൽ അഹംഭാവം വരാതിരിക്കണം. അതിന് എന്ത് അറിവ്? നമ്മളത് 3-ാം അധ്യായത്തിൽ ചർച്ച ചെയ്തു. നമ്മുടെ ആത്മാവിൽ അനാദിയായി എഴുതപ്പെട്ടിരിക്കുന്നതനുസരിച്ചാണ് നമ്മളെല്ലാവരും കർമ്മം ചെയ്യുന്നത്. സൂര്യൻ്റെ സ്ഥാനത്ത് നിന്ന് കർമ്മം ചെയ്യുന്നു, ഭൂമിയുടെ സ്ഥാനത്ത് നിന്ന് കർമ്മം ചെയ്യുന്നു, ചന്ദ്രൻ്റെ സ്ഥാനത്ത് നിന്ന് കർമ്മം ചെയ്യുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ അതാതിൻ്റെ സ്ഥാനത്ത് നിന്ന് അവരവർക്ക് വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ ചൈതന്യ നക്ഷത്രങ്ങൾ, മനുഷ്യൻ ബോധമുള്ളവനാണ്, മറ്റു ജീവികളും ബോധമുള്ളവരാണ്, എങ്കിലും ചൈതന്യ നക്ഷത്രങ്ങളായ നമ്മളും കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന, കാലം നമ്മളോട് അഭിനയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങളാണ് എന്ന് മനസ്സിലാക്കി കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മത്തിൽ അകർമ്മം കാണാൻ നമ്മൾ ശ്രമിക്കണം. ഇനി അകർമ്മത്തിൽ എന്താണ് കർമ്മം? ഇതാണ് ഏറ്റവും സൂക്ഷ്മവശം. നോക്കൂ, 24 മണിക്കൂർ മനുഷ്യനെ കൊണ്ട് കർമ്മം ചെയ്യാൻ പറ്റില്ല. ലോകം നന്നാക്കണം എന്നും പറഞ്ഞ് 24 മണിക്കൂർ ഓടാണെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകും, പിന്നെ നമ്മൾ കുഴഞ്ഞു പോകും. അവിടെ കുറേ സമയം നമ്മൾ അകർമാവസ്ഥയിൽ ഇരിക്കണം. അകർമാവസ്ഥയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ സ്വന്തം സേവനമാണ്. ആത്മസ്ഥിതിയിൽ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കണം. പരമാത്മാവിൻ്റെ ആ പ്രേമത്തിൽ, ആ ഓർമ്മയിൽ ലയിച്ച് ഇരിക്കാൻ നമ്മൾ ശ്രമിക്കണം. നോക്കൂ, നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ അതൊരവസ്ഥയാണ്. അവിടെ നമ്മൾക്ക് കർമ്മവുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ അറിയാണ്ട് നമ്മളെല്ലാവരും ഒന്ന് ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. ഉറക്കത്തിൽ നമുക്ക് എവിടെ നിന്നാണ് ശക്തി കിട്ടുന്നത്? നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് പറയാറുണ്ട്, എനിക്ക് വളരെ സുഖമായി എന്ന് പറയും. നമുക്ക് കർമ്മം ചെയ്യാനുള്ള ശക്തി യഥാർത്ഥത്തിൽ ഉറക്കത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഉറക്കത്തിൽ അറിയാതെ നമ്മളൊന്ന് മെഡിറ്റേഷൻ ധ്യാനിക്കുന്നുണ്ട്, നമ്മുടെ മനസ്സ് ആത്മാവിലേക്ക് ചേരുന്നു. ഉറങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തെക്കുറിച്ചോ ഇഹലോകത്തെക്കുറിച്ചോ യാതൊരു ചിന്തകളും ഉണ്ടാവില്ല. ബോധപൂർവമായ ഉറക്കം, അതാണ് യഥാർത്ഥത്തിൽ ധ്യാനം. ഉറക്കത്തിനേക്കാളും ഉപരിയായ, നമ്മളതിനെ തുരീയ അവസ്ഥ, ചതുർത്ഥാവസ്ഥ എന്നെല്ലാം പറയാറുണ്ട്. ആത്മസ്ഥിതിയിൽ നമ്മൾ പരമാത്മാവിനെ ഓർമ്മിച്ച് ഇരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ശക്തിശാലിയായി മാറും. നമ്മുടെ ആത്മാവിന് യഥാർത്ഥമായ വിശ്രമം അതിൽ കൂടി ലഭിക്കും. അപ്പോൾ ഈ അകർമ്മത്തിൽ കർമ്മം എന്ത് നടക്കുന്നുണ്ട്?
ഈ അകർമ്മത്തിൽ 2 കർമ്മം നടക്കുന്നു. ഒന്ന്, നമ്മൾ സ്വയം ചാർജ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ശക്തിശാലിയായിക്കൊണ്ടിരിക്കുന്നു, അതൊരു കർമ്മം. 2, അടിസ്ഥാനപരമായ കർമ്മം യഥാർത്ഥത്തിൽ യോഗികളാണ് ചെയ്യുന്നത്. അതായത് അവരുടെ ആത്മാവിൽ നിന്നും ധ്യാന സമയത്ത് ശാന്തിയുടെയും പവിത്രതയുടെയും സ്നേഹത്തിൻ്റെയും തരംഗങ്ങൾ ഈ പ്രകൃതിയിലേക്ക് വ്യാപിക്കുകയാണ്. അതിലൂടെ സ്വാഭാവികമായി പ്രവർത്തനമില്ലാതെ തന്നെ, ബോധപൂർവമായി പ്രവർത്തനമില്ലാതെ തന്നെ മറ്റ് ആത്മാക്കളിലേക്ക് ഈ തരംഗങ്ങൾ, ഈ വൈബ്രേഷൻ എത്തും. പ്രകൃതിയും അതെടുക്കുകയാണ് ചെയ്യുന്നത്. യോഗികൾ ഇരിക്കുന്ന സ്ഥലത്ത് പ്രകൃതി ശാന്തമായിരിക്കും. ക്രൂരജീവികൾ പോലും ശാന്തമാകുന്നത് നമ്മൾക്ക് വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ യോഗാവസ്ഥയിൽ, അകർമാവസ്ഥയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്നും ഈ ലോകത്തിലേക്ക് വ്യാപരിക്കുന്ന ശാന്തിയുടെയും പവിത്രതയുടെയും തരംഗങ്ങൾ ഈ പ്രകൃതിയെയും മറ്റു ജീവാത്മാക്കളെയും സതോപ്രധാനമായ അവസ്ഥയിലേക്ക് ഉയർത്തും. അവരറിയാണ്ട് തന്നെ അവരെ ഉയർത്താണ് ചെയ്യുന്നത്. അതും നമ്മൾ ചെയ്യണം. വാക്കുകൾ കൊണ്ടുള്ള കർമ്മം നമ്മൾ ചെയ്യണം. കർമ്മണ, ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മൾ കർമ്മം ചെയ്യണം. ഇല്ലെങ്കിൽ അലസത വ്യാപിക്കും, അതിൽ നിന്നുള്ള കുഴപ്പങ്ങൾ വ്യാപിക്കും. അതുകൊണ്ട് ത്രിവിധ കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. മനസ, വാച, കർമ്മണ. അതിൽ അകർമാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ധ്യാനാവസ്ഥ തന്നെയാണ്. ആ ധ്യാനാവസ്ഥയിലാണ് നമുക്ക് നന്നായി കർമ്മം ചെയ്യാനുള്ള ശക്തി കിട്ടുന്നത്. നന്നായി ഒരു യോഗിക്ക് നന്നായി യോഗം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ കർമ്മക്ഷേത്രത്തിൽ നന്നായി കർമ്മം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ സൂക്ഷ്മതലത്തിൽ അത് പ്രകൃതിയെയും ആത്മാവിനെയും ശുദ്ധമാക്കുന്ന ഒരു കർമ്മം. അതുകൊണ്ടാണ് ഗീത ഇവിടെ പറയുന്നത്, അർജുന, അങ്ങനെയുള്ളവരെ അവരെ ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനാകുന്നു. അവർ യോഗിയും പൂർണ്ണമായി കർമ്മങ്ങൾ ചെയ്യുന്നവരുമാണ്. അങ്ങനെ ഒരു യോഗിയായാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ രീതിയിൽ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കർമ്മത്തിൽ അകർമ്മത്തെയും, ഞാനെന്ന ഭാവമില്ലാത്ത അവസ്ഥയും, അകർമ്മത്തിൽ സൂക്ഷ്മമായ കർമ്മം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പൂർണ്ണമായ യോഗിയും പൂർണ്ണമായ കർമ്മിയുമാകാനാണ് ഭഗവാൻ ഗീതയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓം ശാന്തി.